Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഹാരിസ് കൊടുങ്ങല്ലൂർ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബി മീന ഫിഷ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ എല്ലാവരുടെ സജഷൻ പ്രകാരം ഞണ്ട് ബിരിയാണി ആരും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞണ്ട് ബിരിയാണി ആക്കാം. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 കിലോ ഞണ്ട് നമുക്ക് മേടിക്കണം. അപ്പൊ അവിടുത്തെ ചെറിയ കാഴ്ചകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഞണ്ട് ബിരിയാണി ആക്കാം അല്ലേ? അതാണ്, കഴിക്കാത്ത ബിരിയാണി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ മീന മാർക്കറ്റും അതിൻ്റെ ഉൾഭാഗങ്ങളും മൊത്തം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് സമയമില്ല, അതിൻ്റെ പേരിൽ ഞാൻ വളരെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ മീന മാർക്കറ്റ്, മീന ഫിഷ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉൾഭാഗം. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താ, അതിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഞണ്ട് നമുക്ക് 2 കിലോ നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ മീനിന്ന് തിരിച്ചു പോന്നു. 2 കിലോ ഞണ്ടൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഞണ്ട് ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 2 കിലോ ഞണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവനൊന്ന് വേവിച്ചെടുക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അല്പം വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കഴിക്കാം. ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കണം. അതിനായി 10 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിനയില ചേർത്ത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പത്തൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. 8 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 4 തക്കാളി, വലിയ തക്കാളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 വലിയ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് വേവിച്ച വെള്ളവും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് ഞണ്ടിൽ പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളെ ചെമ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, പെരിഞ്ജീരകം, ഏലക്കായ എന്നിവ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വാറ്റി വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 6 ഗ്ലാസ് അരിയാണുള്ളത്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ ഈ നെയ്യിലിട്ട് ഈ അരിനെ നമ്മൾ നന്നായിട്ട് വാട്ടി കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഞണ്ട് വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തെളിവെള്ളമാണ് ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അടി ഊറിയിട്ടുള്ള ഭാഗം ഞാൻ ഓൾറെഡി മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈസിന് ഇതൊരു ഭയങ്കര ടേസ്റ്റ് നൽകും. 3 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം തിളച്ച് വന്നതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പകുതി ക്യാരറ്റും 6 ബീൻസ് അരിഞ്ഞതും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ റൈസൊക്കെ ഒരു 75% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയിട്ട് നമ്മളെ മസാലയുടെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. അതിന് മേലെ റൈസ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ മല്ലിച്ചപ്പും പുതിനയും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നൈസാക്കി അരിഞ്ഞത് ഇതിന് മേലെ വിതറി കൊടുക്കാം. വറുത്ത സവാളയും നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ RKG ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വീണ്ടും അടുത്ത ലെയർ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബിരിയാണി മസാല ഇതിൻ്റെ മേലെ വിതറി കൊടുക്കാം. ഇതിന് മേലെ മല്ലിച്ചപ്പും പുതിനയിലും നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ മല്ലിച്ചപ്പും പുതിനയില ഇടുക. ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിങ്ങോട്ട് കവർ ചെയ്യാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം അതിന് മേലെ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കുക. എന്നിട്ട് ഒരു 25 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ നമ്മൾ കിടിലൻ ഞണ്ട് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഞണ്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അയയ്ക്കുക. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഞണ്ട് ബിരിയാണി എന്ന് പറയുന്നത്. ഇനി അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തും കേട്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ഞണ്ട് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഹാരിസ് കൊടുങ്ങല്ലൂർ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.